ഓർമ്മയുള്ളൂ. എപ്പോഴൊക്കെയോ ഞാൻ എഴുന്നേറ്റ് രാവിലെ ഇവർക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോഴും ഞാനിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തൊരു ഡ്രാമയാടാ. പിന്നെ മറ്റൊരു കാര്യം, ഡൗട്ട് വന്നതെന്ന് പറയുമ്പോൾ, ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഇവർ രണ്ടെണ്ണവും കൂടി കൊടൈക്കനാൽ ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ. ഈ പെങ്കൊച്ചിന് അന്നത്തെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയായിരുന്നു കേട്ടോ. സത്യം, ഇതങ്ങനെ കിടന്ന് കരയുന്നുണ്ടെങ്കിൽ അതൊരു പെണ്ണിനെ മനസ്സിലാവത്തുള്ളൂടാ. ആ വീട്ടിലത് ഒറ്റപ്പെടുന്നുണ്ട് എന്നൊരു സംഭവം എനിക്ക് മനസ്സിലായിരുന്നു. മനസ്സിലായ മീൻസ് തോന്നി, എൻ്റെ മനസ്സിൽ തോന്നി. ഇപ്പോൾ ഉള്ളൊരു ഡൗട്ട് എന്തോന്ന് വെച്ചാൽ, ഇവൻ എന്തിനായിരിക്കും അന്ന് ഈ രണ്ടവന്മാരോടെ കൊടൈക്കനാൽ പോയത്? ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഡ്യൂ ഡേറ്റ് അടുത്തിരുന്നപ്പം ഇത്രയേറെ പ്രശ്നങ്ങൾ, വളകാപ്പിൻ്റെ ആ സമയത്ത് പോലും വലിയ അടിയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനെ തനിച്ചാക്കി ഇവർ രണ്ടുപേരും. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണം. അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. പ്രണവ്, പ്രവീൺ, ഈ രണ്ട് വിഷയവും വളരെ കത്തി ജ്വലിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഇവരുടെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് വെട്ടിത്തിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. കാരണം കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, പറയുന്ന പ്രണവിനെ എങ്ങനെയെങ്കിലും അകത്താക്കണം, അച്ഛനെയും അമ്മയും പ്രണവിനെയും എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കണം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പൊട്ടി ജ്വലിച്ച് നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഇപ്പോഴും നേരം വെളുക്കാതിരുന്ന് കമന്റ് ചെയ്യുന്നവർ ഉണ്ട്. ഇനി അവൻ്റെ സൈഡും കേൾക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ കാണിച്ചത് നാറിയ പരിപാടി തന്നെയാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡിയെ ചവിട്ടുന്നത് അല്ലെങ്കിൽ അടിക്കുന്നത് ഒരു ഡാഡി ഇല്ലാത്ത പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് എത്ര എവിടെ നിന്നെന്ന് പറഞ്ഞാൽ, ഏത് കുടുംബത്തിലുള്ളവനെന്ന് പറഞ്ഞാലും കുടുംബത്തിൻ്റെ അകത്തുള്ളവനായാലും പുറത്തുള്ളവനായാലും ചെയ്തത് നാറിയ പരിപാടി തന്നെയാണ്. അതിന് കൂട്ടു നിന്നവൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ആ പേരിൽ തന്നെ അറിയപ്പെടാനാണ് സാധ്യത. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ മെയിനായിട്ട് സംസാരിക്കാവുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കേസ് ഇപ്പം തന്നെ ഇവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന വകുപ്പുകളും ഉണ്ട്. 315, 16, 305 പ്രകാരം സ്വമേധ ഇപ്പം തന്നെ അവർക്കെതിരെ കേസെടുക്കാം. വുമൻസ് കമ്മീഷന് വേണമെങ്കിൽ ചൈൽഡ് ലൈൻ വഴി എടുക്കാം. ഗർഭിണിയായിരുന്ന ഒരു പെൺകുട്ടിയെ, ആ കുട്ടിയെ അടക്കം ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവനൊക്കെ എതിരെ ആടപടലം തേച്ചൊട്ടിച്ചും കൊണ്ട് കേസെടുത്ത് പൂട്ടിക്കെട്ടാം എന്ന് തന്നെ പറയാം. 10 വർഷം വരെ തടവും കിട്ടുന്ന വകുപ്പുകൾ അടിച്ച് അണ്ണാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ അപ്പുറം വേറൊന്നും വേണ്ട. ഞാനൊരു കമന്റ് ആദ്യം ഒന്ന് വായിക്കാം. ഈ ഇഷ്യൂ കഴിഞ്ഞ് വളക്ക വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, മൃദുലയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഫേസിലുണ്ട് ആ സങ്കടം. പക്ഷേ ബാക്കി എല്ലാവരും ചിരിച്ചു കളിച്ചു നിന്നു. പക്ഷെ മൃദുലയുടെ വീട്ടുകാരുടെ ഫേസിൽ ആ സങ്കടം കാണാം എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ പോയി നോക്കിയപ്പോൾ നമ്മുടെ പ്രണവാണെങ്കിൽ അങ്ങ് അഭിനയിക്കുന്നു, അങ്ങ് ഭയങ്കരമായിട്ട് ബ്ലോഗ് എടുത്തങ്ങ് നടക്കുവാണ്. സീരിയസ്ലി പറയാം, ഞാൻ ഈ ഇടയ്ക്ക് ഈ വിഷയം വന്നപ്പോഴാണ് ഇവന്മാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോഴെനിക്ക് സത്യം പറഞ്ഞാൽ പ്രണവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ പുച്ഛോടെ നിന്നോട് എനിക്ക് തോന്നുന്നത്, ഇങ്ങനത്തെ നാറിയ പരിപാടിയും കാണിച്ചിട്ട് റിയൽ ലൈഫിൽ നിന്ന് അഭിനയിക്കാനും ഒരു കഴിവ് വേണം. അതില്ലെന്ന് പറയുന്നില്ല, നല്ല ഒന്നാം തരം കഴിവടെ. എന്തായാലും മൃദുല ഇപ്പം എല്ലാം കൂടി തുറന്ന് പറഞ്ഞ്, പ്രവീണും കൂടി തുറന്ന് പറഞ്ഞ് പടലം മൊത്തത്തിൽ കുടുംബത്തോടെ തേഞ്ഞൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും അന്നത്തെ ആ വീഡിയോ കണ്ടു നോക്കാം. എന്നെ ട്രോളെന്ന് കഴിച്ചു, ഞാനത് കണ്ടോണ്ടിരിക്കുക. ഇവിടുന്ന് എല്ലാരും കൂടി കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, വീട്ടിലോട്ട്, നേരെ മൃദുലയുടെ വീട്ടിലോട്ട്. അവിടുന്ന് കുറച്ചുപേര് ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് കുറച്ചുപേര് അങ്ങോട്ട്. എന്താ കളിയില്ലേ? 10,000-20,000 പെട്രോളൊക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാം. അതാണ് ചടങ്ങ്. അതാണ് ചടങ്ങ്. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാം. ഇനി ഇത് നെക്സ്റ്റ് ജനറേഷൻ ഇത് ഫോളോ ചെയ്യും. അതായത് പോയിട്ട് വരാം. പോയി അവരെല്ലാരും തിരക്കിന്നൊക്കെ പറഞ്ഞേരെ. ബൈ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പോയതേ ഉള്ളു. മെസ്സേജ് ആയിട്ട് പറയാ ഒന്നുമില്ല. ഞാൻ വിളിച്ചു. ഓക്കെ, അവിടെ എത്തിയിട്ട് വിളി. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു യാത്രയായി സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, നമ്മള് മുറുവിന്റെ വീട്ടിലെത്തി സുഹൃത്തുക്കളെ. അമ്മേ, അച്ഛാ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെന്തിനാ വന്ന? അങ്ങനെ അതിനുള്ള ബോധം പോലും എന്തിനാ വന്നേന്നാ. ഇരിക്കട്ടെ, അവരുടെ കുടുംബ പരിപാടിയല്ലേ, നല്ലപോലെ ആഘോഷിച്ചില്ലേ. ഈ പരിപാടിയെ കുറിച്ചിട്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ മൃദുല പറയുന്നത് എല്ലാം അഭിനയമായിരുന്നത്. അങ്ങനെ ഇരിക്കണം. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അഭിനയിച്ച് നടന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉള്ളതുപോലെ അങ്ങ് കാണിച്ച് നടന്നാൽ പോലെ. നാട്ടുകാരുടെ മുമ്പിൽ നോക്കുമ്പം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും കാര്യങ്ങളുള്ള ടീംസ്, 1/2 കോടി അടുപ്പിച്ചുണ്ട്. അങ്ങനത്തെ ടീംസ്, എന്ത് സന്തുഷ്ടമായ ഫാമിലി. എന്ത് മെസ്സേജാണോ നിങ്ങളൊക്കെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഇവിടെ പ്രണവ്, എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാനുള്ളതായിരുന്നു. വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, എന്ത് മെസ്സേജാണ് നീ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ചേട്ടൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഉപദ്രവിക്കണമെന്നാ? എന്താണ് നീയൊക്കെ കൊടുത്തത് ഈ സൊസൈറ്റിക്ക്?
നിന്നെയൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള എത്ര ആൾക്കാർ കാണും? നിങ്ങളൊക്കെ പോലെ ജീവിക്കാൻ വേണ്ടി കൊതിക്കുന്ന എത്ര ആൾക്കാർ കാണും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് തന്നെ? എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. എന്തുപാടാ കാണിച്ചു കൂട്ടിയത് പ്രവീണിന്റെ അച്ഛൻ അമ്മ. എനിക്കൊന്നും പറയാനില്ല. എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ പഠിക്കണം അപ്പനും അമ്മയായ. അല്ലാണ്ട് രണ്ട് ചേരുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. മക്കളെ രണ്ടുപേരെയും ഒരേപോലെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാക്കി ഇടാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ചിലപ്പോൾ മൂത്ത മക്കൾ തലതിരിഞ്ഞിരിക്കും, ഇളയ മക്കൾ തലതിരിഞ്ഞിരിക്കും. മൂത്ത മക്കൾ നന്നായിട്ടിരിക്കും, ഇളയ മക്കൾ നന്നായിട്ടിരിക്കും. അതൊക്കെ ഓരോ ഫാമിലിയിൽ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് പാരൻസ് ആയിട്ടുള്ളവർ രണ്ട് മക്കളെ ഒരുപോലെ കാണാൻ പറ്റുമെങ്കിൽ വേണം ഉണ്ടാക്കിയിട്ട് വളർത്താൻ, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് വളർത്താതിരിക്കുക. ഇതാണ് എനിക്ക് മെയിനായിട്ട് തരാനുള്ള ഒരു മെസ്സേജ്. ഭയങ്കര കഷ്ടം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം. ഞാനൊരു കമൻ്റ് ഒന്ന് വായിക്കാം. എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് മൈൻഡിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. മൃദുല താഴെ ഇട്ടുണ്ടെങ്കിൽ, വയറ്റിൽ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അല്ലേ കൊണ്ടുപോകേണ്ടത്, അല്ലാണ്ട് ഇരുന്ന് വീഡിയോ ആണോ റെക്കോർഡ് ചെയ്യേണ്ടത്? അത് എന്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. അതായത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പ്രവീണിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്രയും മോശം അനുഭവം ഉണ്ടായ സമയത്ത് ഇടിയൊക്കെ കിട്ടി വയറ്റിൽ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലല്ലേ പോകേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ആണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ജെന്യുവൻ ക്വസ്റ്റ്യനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് തെളിവായിട്ട് ഇത് മാത്രമേ എനിക്ക് കയ്യിലുള്ളൂ. ഞാൻ ആദ്യം എൻ്റെ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞു ഫാമിലി ഇഷ്യൂസ് ആണ്, എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് തീർത്താൽ പോരെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ വീണ്ടും ഇരുന്ന് ആലോചിക്കുക, ഇതെങ്ങനെ പറഞ്ഞ് തീർക്കും? അമ്മാതിരി നാറിയ പരിപാടിയിലെ പ്രവീണിനോടും മൃദുലയോടും ആ കുടുംബം കാണിച്ചു വെച്ചിട്ടുള്ളത്. അവരെങ്ങനെ ഇത് മാറ്റിയെടുത്ത് കൊണ്ടുവരുമെന്നാണ് ഞാൻ വീണ്ടും തിങ്ക് ചെയ്യുന്നത്. അവർക്ക് തെളിവായിട്ട് ആ വീഡിയോ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അവർ ആ നിമിഷത്തിൽ വിചാരിച്ചു ചത്തുപോയാലും കുഴപ്പമില്ല, തെളിവിന് ഈ വീഡിയോ എങ്കിലും നാട്ടുകാർ കാണണമെന്ന് ചിലപ്പോൾ വിചാരിച്ചാണ്. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. വയലൻസ് ഉണ്ടെങ്കിൽ അത് പോലീസ് കേസ് തന്നെ ആക്കണം, അല്ലാണ്ട് നന്മ മരം കളിക്കേണ്ട കാര്യമില്ല. കേസ് ഫയൽ ചെയ്യണം. അമ്മയുടെ വോയിസ് റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ അത് ഫുള്ളാണ് കേൾപ്പിക്കണം. അത്ര ഭാഗം മാത്രം കേൾപ്പിച്ചാൽ ന്യായം ഇവരുടെ ഭാഗത്താണെന്ന് തോന്നും. ബട്ട് ഫുൾ കേൾപ്പിക്കുമ്പോൾ അല്ലേ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവുക. പിന്നെ ഇത്ര പ്രോബ്ലം ഉള്ള വീടാണെങ്കിൽ എന്തിനാ അവിടെ നിന്ന് സഹിക്കണം? ഇനി മറ്റേ പാർട്ടി അവരുടെ പ്രൂഫ് കൊണ്ടുവരുമ്പോൾ പിന്നെ ആൾക്കാരുടെ ഒപ്പീനിയൻ മാറുമോ? അതൊരു പോയിന്റാണ് കേട്ടോ. ഇനി അടുത്ത് പ്രണവും ടീമും അടുത്ത തെളിവ് കൊണ്ടുവരുമ്പോൾ ഒപ്പീനിയൻ മാറിക്കളിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇവിടെ പ്രവീണിന്റെ കയ്യിൽ ഉൾപ്പെടെ അടിച്ചിടിച്ച് നൂത്ത് വെച്ചിട്ടുള്ളതും ആ പെണ്ണിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആ പെണ്ണ് പൊട്ടിക്കരയണമെങ്കിൽ അത് തന്നെ അതിൻ്റെതായ റീസൺ ഉണ്ട്. അത് അഭിനയിക്കാൻ കഴിയത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര പുച്ഛമാണ് തോന്നുന്നത്. ഞാനത്തെ പ്രണവിന്റെ വീഡിയോയിൽ അച്ഛൻ പ്രണവിനെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ചേട്ടനാ എന്നുള്ളതാണ് അച്ഛൻ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും മോനെ, ആ ഒരു വേഫിൽ എന്താണ് ഞാൻ കണ്ടത്. എന്തായാലും കൊള്ളാം കേട്ടോ. അടുത്ത് പ്രവീൺ ഒരുപാട് തവണ പറയുന്നുണ്ട് ഇതൊന്നും കണ്ടന്റ് ആക്കാൻ താല്പര്യമില്ല, എന്നിട്ട് കൊച്ചുവിന്റെ വീഡിയോയ്ക്ക് മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ഇട്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ മൃദുലയെ അടിച്ച ദിവസത്തെ വീഡിയോ ഫുൾ വ്ലോഗ് പോലെ ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് ആ ക്ലിപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്രവീൺ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ മൃദുലയും അടിച്ചത് ഒരു ക്ലിപ്പ് വീഡിയോ എടുത്ത് വ്ലോഗ് പോലെയാണ് എടുത്തു വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അത് ഓഫ് കോഴ്സ് അവരെടുത്ത് നാളെ ഇത് ആവശ്യം വരുന്നേക്കാം. പ്രത്യേകിച്ച് അവർ വ്ളോഗേഴ്സ് അല്ലേ, അപ്പോൾ ആ ഒരു ടൈപ്പിൽ തന്നെ ആ ഇഷ്യൂ അങ്ങ് എടുത്തു വെച്ച് നാളെ ഒരു ദിവസം എനിക്കെതിരെ തിരിയും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്ന അവർ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇത്രയും പ്രശ്നം നടന്ന ഒരു കുടുംബത്തിൽ ഓഫ് കോഴ്സ് നാളെ പ്രശ്നം ഉണ്ടാവും, അത് ജനങ്ങളിലേക്ക് എത്തും എന്ന് അവർക്ക് ഉറപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരതൊക്കെ വിഷയമായിട്ട് പറഞ്ഞ് ഒരു വീഡിയോ ആയിട്ട് എടുത്ത് വച്ചത്. തെളിവിന് വേണ്ടിയാണ് എടുത്തെങ്കിൽ അടി കിട്ടിയ ഭാഗങ്ങൾ മാത്രം കാണിച്ചാൽ പോരെ. പിന്നെ എന്തിനാ മാതാപിതാക്കൾ മക്കളെ നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇത് ഒരു കണ്ടന്റ് ആക്കി പ്രീ പ്ലാൻ ചെയ്തിട്ടില്ലേ? ഇത് ആരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല, ഒരു സംശയം പറഞ്ഞതാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ പ്രീ പ്ലാൻഡ് സാധനമാണെങ്കിൽ അതിൻ്റെ പേരിൽ വേറെ രീതിയിൽ എയറിൽ കയറും. പക്ഷെ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അത് എനിക്ക് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുല വയറ്റിൽ കൊച്ചുണ്ട്. ആ സമയത്ത് ആ പെണ്ണിരുന്ന് ഇത്രയും കരയണമെങ്കിൽ അതൊരിക്കലും അഭിനയമാവാൻ ഒരു പോസിബിലിറ്റി ഞാൻ അവിടെ കാണുന്നില്ല. പിന്നെ പ്രവീണിൻ്റെ കൈയൊക്കെ ഇവിടെ മുറിച്ച് ആ ഒരു ചതഞ്ഞ ഇടിയുണ്ടതിൻ്റെ ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. സംഘർഷത്തിന് കാരണം പ്രവീൺ ആണെങ്കിലോ ഒന്നാമത് പ്രവീണിനെ അടിച്ചതും മൃദുലയെ ചവിട്ടി പറഞ്ഞതും ഒന്നും പ്രൂഫില്ല. അഥവാ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകൂലേ. 5 ഡേയ്സ് കൂടെ ഡെലിവറിക്കുള്ളൂ എന്ന് മൃദുല തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടും അവർ വ്ളോഗിന് കോണ്ടന്റിനും ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. ദൃശ്യം സിനിമയിൽ മോഹൻലാൽ ടിക്കറ്റൊക്കെ സേവ് ചെയ്ത് വയ്ക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ മൃദുലയെ ഈ ഒരു ടൈം ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ തന്നെ കിട്ടണം. അതെ, തീർച്ചയായും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മൃദുലയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്നിനും വിടരുത്, എല്ലാത്തിനെയും അഴിയെണ്ണിക്കണം. കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി, കൊച്ച് വയറ്റിലുണ്ട്.
ആ സമയത്ത് ആ പെണ്ണിനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ വെറുതെ വിടാൻ പാടില്ലെന്ന് തന്നെ ഞാൻ പറയും. അത്ര നാറിയ പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ഞാൻ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുടുംബ പ്രശ്നമാണ്, സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്യും. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ കുടുംബമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി. ഇങ്ങനത്തെ ഒരു പ്രശ്നം എൻ്റെ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും പുറക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ കയറി ചവിട്ടി കഴിഞ്ഞാൽ എനിക്കത് അംഗീകരിച്ച് കൊടുക്കാനേ പറ്റത്തില്ല. അടിയായിരിക്കും നടക്കണം. അല്ല, ഞാൻ വീഡിയോ ഒന്നും എടുത്തോണ്ടിരിക്കില്ല, അടിയായിരിക്കും നടക്കണം അവിടെ. അത്രേ ഉള്ളൂ. ഞാനൊരു കമൻറ്റ് വായിക്കാം. അതിൽ പറഞ്ഞല്ലോ, കുടുംബ പ്രശ്നം വീഡിയോ എടുക്കുന്നതിനോട് യോജിപ്പില്ലെന്ന്. കുറെ തവണകളും വീഡിയോ എടുത്തു. ഇല്ലായിരുന്നെങ്കിൽ ആരും ഒന്നും അറിയാണ്ട് പോയേനെ. അത് ശരിയാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുടുംബ പ്രശ്നം വീഡിയോ എടുത്ത് വെക്കേണ്ടെന്ന്. പക്ഷേ ഇതൊരു കുടുംബ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ലടാ. അതൊക്കെ മേലെ എന്തോ വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ആ പറഞ്ഞ വാക്ക് പിൻവലിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊന്ന് സേവ് ആയത്. അല്ലെങ്കിൽ ഇതൊന്നും പ്രൂഫില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ രണ്ട് ചേരി വീണ്ടും തിരിഞ്ഞേനെ. ഓൾസോ അവർ സൈബർ ബുള്ളിങ്ങിന് നിന്ന് കൊടുക്കേണ്ടി വന്നേനെ. മൃദുലയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ട് പോകാൻ വേറെ റീസൺസ് വേണ്ട. പ്രവീൺ നല്ല പോലെ അറിയാം സ്വന്തം വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇത് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റാണ്. അതായത് ഞാൻ ഈ പറഞ്ഞതിനോട് അവർക്ക് വിയോജിപ്പായിരുന്നു. ആ വീഡിയോ എടുത്തു വെച്ചത് തെറ്റായി പോയെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ അംഗീകരിക്കുകയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു കമന്റ് വായിക്കാം. ഇത്രയും വലിയ അടി നടക്കണമെങ്കിൽ കാര്യമായ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ ഇത്രയും അടി ഉണ്ടാകില്ല. സഹോദരങ്ങൾ തമ്മിൽ അടി ഉണ്ടായപ്പോൾ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ ആയിരിക്കും മൃദുലയ്ക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. പിന്നെ അടി എന്ന് പറയുമ്പോൾ അങ്ങോട്ടും കൊടുത്ത് കാണും. മേടിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു കൈ മാത്രം ഇട്ട് അടിച്ചാൽ സൗണ്ട് ഉണ്ടാകില്ലല്ലോ. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അങ്ങനെ ക്രൂരമായ ഉപദ്രവം ഏറ്റു എങ്കിൽ ആദ്യം അവർ വീഡിയോ എടുക്കാൻ നിൽക്കാതെ ഹോസ്പിറ്റലിൽ പോവുകയല്ലേ വേണ്ടത്. അത്രയും സമയം വീഡിയോ എടുത്ത് വേസ്റ്റ് ആക്കുമോ? പിന്നെ പ്രവീൺ കുഞ്ഞു ജനിച്ച ശേഷം ഈ വീട്ടിൽ വന്ന് ഒരു ദിവസം താമസിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഉപദ്രവിച്ച് ഇറക്കി വിട്ട വീട്ടിൽ പിന്നെ എന്തിനു വന്ന് കിടക്കുന്നു? എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും അടി ഉണ്ടാകാനുള്ള കാരണം ആരും പറയുന്നില്ല. കാര്യമായ എന്തോ പ്രശ്നം ഉണ്ടവിടെ. പിന്നെ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ കമന്റ് ഇട്ടിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരുന്നുണ്ട്. കാരണം ആൾക്കാർ വേറെ രീതിയിലും ചിന്തിക്കുന്നുണ്ട്. ഇതിൻ്റെ റീസൺസ് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം. പക്ഷേ കൃത്യമായൊരു റീസൺസ് നമുക്ക് ആർക്കും അറിയത്തില്ല. അതെന്തായാലും പറയുമായിരിക്കും. ഇനി ഒരു എക്സ്പ്ലനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി കേസും കൂടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാ വീട്ടിലെയും പോലെ ബ്രദേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ്. ഇവരുടെ ചാനലിനെ ചൊല്ലി രാമായണം മഹാഭാരതം പോലും ഇങ്ങനത്തെ ഇന്ത്യൻ ഫാമിലി ഫൈറ്റ് കൊണ്ട് ഉണ്ടായതാണ്. ഈ കൂട്ടുകുടുംബം എന്ന് മാറുന്നോ അന്ന് മാത്രം ഇതൊക്കെ അവസാനിക്കും. ഒരു ചാനൽ ഒരു അച്ഛനും അമ്മയും മക്കളും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. അവർക്ക് വരുമാനം കിട്ടുന്നു. കുറെ വർക്ക് ചെയ്ത് അവരുടെ ഫാമിലി ഹിറ്റ് ആവുന്നു. ആഫ്റ്റർ മാരേജ് കപ്പിൾ ആയാൽ ആളുകൾ കൂടുതൽ കണ്ടന്റ് ഇടുമോ? മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിന് ഒരു ഭയം വരും. ഇനി ചാനലിൽ അവരുടെ വീഡിയോ മാത്രമാകുമോ? കൊച്ചുവിനെ അവോയ്ഡ് ചെയ്യുമോ എന്നൊക്കെ കൊച്ചുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രം അച്ഛനും അമ്മയും ചിന്തിക്കൂ. മൃദുല ഹസ്ബൻഡും കുട്ടിയൊക്കെ ആയാൽ ചാനലിലെ കണ്ടന്റ്സ് മാറും. ഒരു ജോബും ഇല്ലാത്ത കൊച്ചു എന്ത് ചെയ്യും? അവരുടെ ചാനലിലെ ഇൻകം ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് മൃദുല പറയുന്നുണ്ട്. വൈ ഷീ ടോക്സ് ലൈക്ക് ദാറ്റ്? 10 months അല്ലേ മൃദുല വന്നിട്ട്? അപ്പോൾ കൊച്ചു ആ ചാനലിന്റെ ഗ്രോത്തിൽ പങ്കില്ലേ? ദാറ്റ് ഫാമിലി ക്രിയേറ്റ് ദാറ്റ് ചാനൽ. പിന്നെ എന്ത് അവകാശമുണ്ട് ചാനലിന് വീഡിയോ ഇടാൻ? വിളിച്ച കൊച്ചു വരുന്നില്ല എന്ന് പറയാം. അവൾ വന്നതിന് മുൻപ് നല്ല റീച്ച് ഉണ്ടായിരുന്നു ചാനൽ അല്ലേ? അത് അത്രയ്ക്ക് നന്മ മരം ആണെങ്കിൽ അനിയൻ ആ ചാനൽ കൊടുത്ത് കപ്പിളായി ഇവർക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നു. ഇവർക്കെതിരെയും കമന്റ് ചെയ്യുന്നുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്തും ചെയ്യുന്നുണ്ട്. പല രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. സത്യം പറയാലോ, ചാനൽ, പണം, ഈ സാധനം പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ഫൈറ്റും കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് അല്ലേ? പണം മനുഷ്യനെ നല്ലതുപോലെ ഉയർത്തുകയും ചെയ്യും. അതിൻ്റെ പേരിൽ ഫൈറ്റ് ഉണ്ടാകും അല്ലേ? സഹോദരങ്ങളും ബന്ധങ്ങൾക്കും വിലയില്ലാതെ പണം ഒരു കോൺസെപ്റ്റായി മാറുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ജീവിക്കുന്നത് നല്ലപോലെ പൈസ ഉണ്ടാക്കി നല്ലപോലെ സൊസൈറ്റിയിൽ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ പണത്തിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ തന്നെ അടികൂടുന്നതും ഒക്കെ കാണുമ്പം സത്യം പുച്ഛം. അത് നിങ്ങളെപ്പോലെ ഇത്രയും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും കാര്യങ്ങളുമുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഫാമിലിയിൽ തന്നെ ഇങ്ങനെ ഒരു വഴക്ക്. ഓക്കെ, എന്തായാലും മൃദുലെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചവിട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അറിയാൻ വേണ്ടി പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.